എന്ന സംസ്ഥാനത്തെ പൂർണ്ണമായും വെളിയിൽ നിർത്തിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റും അവസാനിച്ചത്. അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം തന്നെ വൈകിയാണെങ്കിലും സമ്മതിച്ച വയനാട് ദുരന്തത്തെ, അതിൽ പെട്ടുപോയ ദുരിതാശ്വാസം കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ ഒന്ന് പേരെടുത്ത് പറയുക പോലും ചെയ്തിട്ടില്ല. സഹായം നൽകാമെന്ന വാഗ്ദാനം പോലും നൽകിയിട്ടില്ല. കേരളം ചോദിച്ചതൊന്നും ഇത്തവണയും കേന്ദ്രം തന്നില്ല എന്ന് മാത്രമല്ല, ക്രൂരമായ ഈ അവഗണനയിൽ പ്രതിഷേധിക്കുന്ന കേരളത്തെ നോക്കി BJPയുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറയുന്നത് പിന്നാക്കമെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ വിഹിതം തരാമെന്നാണ്. മനോരമയുടെ വാർത്താ താരം സുരേഷ് ഗോപി പറഞ്ഞത് എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവഗണിച്ചതും പോരാഞ്ഞ് കണക്കിന് അധിക്ഷേപിക്കുക കൂടെ ചെയ്തു കേരളത്തിലെ BJP. പക്ഷെ BJPയുടെ ആ കേരള വിരുദ്ധ പ്രസ്താവന മലയാളികൾ വകവെച്ചു കൊടുത്തില്ല. രാഷ്ട്രീയ ഭേദമെന്നെ ഏറ്റവും വേഗത്തിൽ BJPയുടെ കേരള വിരുദ്ധ പ്രസ്താവനകൾക്ക് കൗണ്ടറുകൾ ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങൾ തുടങ്ങി ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും കണ്ടന്റ് ക്രിയേറ്റർമാർ, പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമൊന്നുമില്ലാത്ത സോഷ്യൽ മീഡിയയിലെ അനേകം പേർ കേരളത്തിനെതിരെയുള്ള BJPയുടെ പ്രസ്താവനയെ കണക്കിന് കുടഞ്ഞു. മുണ്ടക്കൈ ദുരന്തത്തെ കണ്ണീരോടെ മാത്രം കണ്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ബഡ്ജറ്റിലും തുടരുന്ന ഈ അവഗണനയും അതിനോടൊപ്പം BJP നേതാക്കൾ നടത്തുന്ന ഈ അധിക്ഷേപവും കണ്ടു നിൽക്കാനാവാതെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ദാരിദ്ര്യം സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ സഹായം തരാമെന്ന പരിഹാസ്യമായ നിലപാടിൽ അക്ഷരാർത്ഥത്തിൽ BJP വെട്ടിലായി. BJP നേതൃത്വത്തിന് മന്ത്രിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. കേരളത്തെ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന് വിശദീകരിക്കാനും കഴിഞ്ഞില്ല. 9 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ സൊമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികളുടെ ചൂട് അറിഞ്ഞതായിരുന്നു. ആ കാലം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെയുള്ള കേരളത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രി കേരളത്തെ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയോട് ഉപമിച്ച് സംസാരിച്ചത്. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ സൊമാലിയോട് ഉപമിച്ച മോദിക്ക് പോ മോനെ മോദി എന്ന ഹാഷ്ടാഗിലൂടെയായിരുന്നു മലയാളികൾ മറുപടി കൊടുത്തത്. സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താളത്തിന് തുള്ളുന്ന കളിപ്പാവകളായി കേന്ദ്രമന്ത്രിമാർ അധപതിക്കരുതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് കുര്യന് താക്കീത് നൽകിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം, ശുചിത്വം, തൊഴിലാളി ക്ഷേമം എന്നീ എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നതെന്നും അതിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം കേരളത്തിൽ വില പോവില്ലെന്ന് ശിവൻകുട്ടിയും, ഞങ്ങൾ പാപ്പരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണോ പാവപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളെ സഹായിക്കാത്തത്, കേരളം ആത്മാഭിമാനം പണയം വെച്ച് പണം ആവശ്യപ്പെടില്ലെന്നും മന്ത്രി K രാജനും പറഞ്ഞു വെച്ചു. കേരള വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ രാഷ്ട്രീയ ഭേദമെന്നെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിച്ചപ്പോൾ വികസനം എന്ന് പറയുന്നത് അപമാനമാണോ എന്ന് ചോദിക്കേണ്ടി വന്നു BJPക്ക്. ഏതായാലും കേരളത്തിനെതിരെ തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ ഈ അവഗണനയും അതിനുശേഷം കേരളത്തിലെ BJP നടത്തുന്ന പരിഹാസവും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് മലയാളികൾ BJPക്ക് നൽകുന്ന സന്ദേശം. അതൊരു നല്ല സൂചനയാണ്.